കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ജിൻഡോ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ അത് സത്യമായിരിക്കുമോ? ആകെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം അതായിരുന്നു. രസ്മിൻ ആശുപത്രിയിൽ പോയി തിരികെ ഹൗസിലേക്ക് എത്തിയത് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണെന്നും അത് ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികളോട് കത്തെഴുതി പറഞ്ഞുവെന്നുമാണ് ജിൻഡോ നടത്തിയ ആരോപണം. മോർണിംഗ് ടാസ്കിലായിരുന്നു സംഭവം. ഹൗസിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ കള്ളം പറയുക, അതായിരുന്നു ബിഗ് ബോസ് നൽകിയ മോർണിംഗ് ടാസ്ക്. അതാണ് ജിൻഡോ മുതലെടുത്തത്. അർജുൻ ശ്രീതു ലവ് ട്രാക്ക് പുറത്ത് സക്സസ് ആണെന്നും എന്നാൽ ജാസ്മിൻ ഗബ്രി ലവ് ട്രാക്ക് അത്ര സക്സസ് അല്ലെന്നുമെന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നതെന്നും അത് തനിക്ക് ബാത്റൂം ഏരിയയിൽ നിന്നും കിട്ടിയെന്നുമായിരുന്നു ജിൻഡോ വെളിപ്പെടുത്തിയത്. കാര്യം കള്ളം പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ ജിൻഡോ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന അവസ്ഥയിലാണിപ്പോൾ മറ്റു മത്സരാർത്ഥികൾ. എന്നാൽ ജിൻഡോയുടെ അസാധ്യ മൈൻഡ് ഗെയിമിനെയാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇത് ജിൻഡോ പറഞ്ഞത് കള്ളമാണെങ്കിൽ പോലും പുറത്ത് പ്രേക്ഷകർ ചിന്തിക്കുന്ന അതേ കാര്യം തന്നെയാണ് ജിൻഡോ ഹൗസിനുള്ളിൽ നിന്നും മനസ്സിലാക്കിയത്. ഇത് മാത്രമല്ല, ജാസ്മിൻ ഗബ്രി കോംബോയുടെ കാര്യം ഉൾപ്പെടെ പുറത്ത് നെഗറ്റീവ് ആണെന്ന് നേരത്തെയും ജിൻഡോ തുറന്നു പറഞ്ഞിരുന്നു. ഇന്ന് ജിൻഡോ നടത്തിയ ആരോപണത്തിനെതിരെ ബിഗ് ബോസ് പോലും രംഗത്ത് വന്നാലും ബിഗ് ബോസ് നൽകിയ ടാസ്ക് ആണെന്ന് പറഞ്ഞ് ജിൻഡോയ്ക്ക് കൈയൊഴിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം മുതലെടുത്ത് തനിക്ക് പറയാനുള്ള കാര്യം ജിൻഡോ വെളിപ്പെടുത്തിയത്. ഏതായാലും ജിൻഡോയുടെ ഈ ആരോപണം കേട്ടതോടെ രസ്മിൻ ആകെ അസ്വസ്ഥയാണ്. ജിൻഡോ പറഞ്ഞത് പ്രേക്ഷകർ വിശ്വസിച്ചാൽ അത് രസ്മിന് നെഗറ്റീവായി പുറത്തു പോകും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ജിൻഡോയെ വാൺ ചെയ്യണമെന്നും രസ്മിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാസ്കിന് ശേഷം ജിൻഡോയുടെ ഈ ആരോപണത്തിനെതിരെ രസ്മിനും രംഗത്ത് വരുന്നുണ്ട്. ജിൻഡോയുടെ ആരോപണം ബിഗ് ബോസിനെതിരെയാണെന്നും ബിഗ് ബോസ് ക്രൂവിന്റെ ഒപ്പമാണ് പുറത്തു പോയതെന്നും ഫോണോ മറ്റോ ഒന്നും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നും രസ്മിൻ പറയുന്നുണ്ട്. പറയുക മാത്രമല്ല, രസ്മിൻ ജിൻഡോയെ കുറിച്ച് പവർ ടീമിനോട് പരാതിയും നൽകുന്നുണ്ട്. പവർ ടീം മിനി കോട്ട് ചേർന്ന് രസ്മിന്റെ പരാതി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ജിൻഡോ ഉന്നയിച്ച അതേ ആരോപണം പ്രേക്ഷകർക്കും നേരത്തെ ഉണ്ടായിരുന്ന സംശയമാണ്. പുറത്തുപോയി വന്ന ശേഷമുള്ള രസ്മിന്റെ മാറ്റം പ്രേക്ഷകരും ശ്രദ്ധിച്ചിരുന്നു. പുറത്ത് തനിക്ക് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ രസ്മിൻ പിന്നീട് ഹൗസിലെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെട്ടിരുന്നില്ല. രസ്മിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പുറത്തുള്ള സമയത്താണ് രസ്മിൻ പുറത്ത് ഹോസ്പിറ്റലിലേക്ക് പോയത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തുവെന്ന കാര്യമടക്കം പുറത്ത് ചർച്ചയായിരുന്നു. ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്ക് പോയ രസ്മിനെയല്ല തിരികെ ഹൗസിലെത്തിയപ്പോൾ പിന്നീട് പ്രേക്ഷകർ കണ്ടത്. ഫയറായി പോയ രസ്മിൻ തിരികെ എത്തിയത് വളരെ ശാന്തയായിട്ടായിരുന്നു. എന്ത് പ്രശ്നത്തിലും ഇടപെടുന്ന രസ്മിൻ പിന്നീട് ഹൗസിലെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെയായി. മാത്രമല്ല, രസ്മിൻ പുറത്തുപോയി വന്ന ശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു അകലം പാലിക്കുന്നതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു. വിഷു സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഹൗസിലേക്ക് വന്നപ്പോൾ രസ്മിൻ ഡിസ്റെസ്പെക്ട് ചെയ്തതിന് ലാലേട്ടനോട് സോറിയും പറഞ്ഞിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകരും ചർച്ച ചെയ്തത് രസ്മിൻ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നത് തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ ഹൗസിലിരുന്ന് ജിൻഡോയും ഇതെല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ സീസണിലെ മൈൻഡ് ഗെയിമറായാണ് ജിൻഡോയെ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം മാനസികമായി വളരെ തകർന്നിരിക്കുകയായിരുന്ന സിബിൻ ഇന്നലെ പുറത്തുപോയിരുന്നു. എന്നാൽ സിബിന്റെ പുറത്താകൽ താൽക്കാലികം മാത്രമാണെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോ ക്വിറ്റ് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സിബിനെ മാറ്റി നിർത്തിയതെന്നുമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് അനൗൺസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഏതായാലും സിബിൻ ആർമിക്കും അത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്നാൽ സിബിൻ പുറത്തു പോകണമെന്ന് വാശി പിടിച്ച് നിന്നതുകൊണ്ട് തന്നെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് സിബിൻ നടത്തുന്നതെന്നും സിബിൻ കാണിച്ചതെല്ലാം നാടകമാണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നുണ്ട്. ജാസ്മിനോട് മോശം ആംഗ്യം കാണിച്ചതിന് സിബിന് അത്യാവശ്യം നല്ല നെഗറ്റീവ് പുറത്തുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനിൽ നിന്നും അത് സിബിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നെഗറ്റീവ് സിമ്പതിയാക്കി മാറ്റി തുടരാനുള്ള ശ്രമമാണ് സിബിൻ നടത്തുന്നതെന്നും ചിന്തിക്കാം. കാരണം കുറച്ച് ദിവസത്തേക്ക് തനിക്ക് മാറി നിൽക്കണമെന്നാണ് സിബിൻ പറഞ്ഞത്. സർജറിക്കായി പുറത്തുപോയ സിജോയ്ക്കുള്ള സപ്പോർട്ട് പുറത്തു നിന്നും കണ്ട വ്യക്തി കൂടിയാണ് സിബിൻ. ഏതായാലും സിബിൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ബിഗ് ബോസ് ഏവർക്കും നൽകുന്നത്. കഴിഞ്ഞ ദിവസം പനി പിടിച്ച് വിശ്രമത്തിലായിരുന്നു ജാസ്മിനും. ബിഗ് ബോസ് നടത്തിയ ടാസ്കിലോ മത്സരാർത്ഥികളുടെ കൂടെ ഒന്നും തന്നെ ജാസ്മിനെ ഇന്നലെ കണ്ടിരുന്നില്ല. സിബിനും പൂജയും ജാസ്മിനും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വളരെ ശാന്തമായിരുന്നു ബിഗ് ബോസ് ഹൗസും. ആകെ ഉണ്ടായിരുന്നത് ബിഗ് ബോസിന്റെ ടാസ്കുകൾ മാത്രമായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഗെയിമിന്റെ ഗതി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. സിബിനും പൂജയും പോയെങ്കിലും സർജറിക്കായി പോയ സിജോ ഹൗസിലേക്ക് മടങ്ങിയെത്തുകയാണ്. പുറത്തുനിന്നും കളി കണ്ടു മനസ്സിലാക്കിയാണ് സിജോയുടെ മടങ്ങിവരവ്. ഓരോ മത്സരാർത്ഥികളെയും കണ്ടു മനസ്സിലാക്കി വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഗെയിം പ്ലാനുമായിട്ടാകും സിജോ എത്തുന്നത്. ആരെയാണ് സിജോ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ടാർഗറ്റ് ചെയ്യുന്നതും ഒക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.